ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ന്യൂയോർക്ക് ഒന്ന് പോവാട്ടോ. എൻ്റെ കണ്ണ് വെച്ച് ബാക്കിയൊക്കെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാര്യം ഇവിടെ -8 ഇപ്പോൾ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ന്യൂയോർക്കിൽ നിന്ന് വാഷിങ്ടൺ DC ഇന്ന് പോകുന്നത്. അപ്പോൾ നമ്മളൊരു ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബസ്സിൻ്റെ പിക്കപ്പ് പോയിന്റിലേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു രക്ഷയില്ല, നല്ല തണുപ്പ്. ഇപ്പോൾ ന്യൂയോർക്കിൻ്റെ ഒരു ലാസ്റ്റ് സീനാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സമയം 8:15. നമ്മളെ ബസ് വരിക 9 മണിക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 10 മിനിറ്റ് കൂടി നടന്നാൽ നമ്മളെ ആ പിക്കപ്പ് പോയിന്റിലെത്തും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. ന്യൂയോർക്കിൽ മാൻഹാട്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് കേട്ടോ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ താമസിച്ചതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞിട്ട് എല്ലാ ഭാഗത്തേക്കും നമുക്ക് നടക്കാൻ ഉള്ള ദൂരങ്ങളേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഏർപ്പാടാക്കിയ ഫ്ലിക്സ് ബസ്സിൻ്റെ പിക്കപ്പ് പോയിന്റിലേക്ക് നമുക്ക് ഇവിടുന്ന് നടന്നാൽ മതി. ഇത് നമ്മളുടെ ടൈംസ് സ്ക്വയർ ഏരിയ കൂടിയാണ് ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്നത്. പിന്നെ ഇവിടുന്ന് വേണമെങ്കിൽ മെട്രോ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു സെൻട്രൽ പോയിന്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഫ്ലിക്സ് ബസ്സിൻ്റെ അടുത്തേക്ക് കുറഞ്ഞ ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ഈ ടൈംസ് സ്ക്വയർ ഒന്നുകൂടി പകർത്തിയിട്ട് അങ്ങ് പോകാമെന്ന് കരുതി. നമ്മൾ എത്ര കണ്ടാലും മതിയാത്തൊരു ടൈംസ് സ്ക്വയർ ഏരിയ. അപ്പോൾ സമയം നന്ന കാലത്താണ്. ഇപ്പോഴും ഇവിടെ ഈ ഡിസ്പ്ലേ ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രിയൊന്നും വലിയ തോതിൽ ഐസ് ഫോൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ മെനയാന്നത്തെ ഐസ് ഫോളാണ് ഈ കിടക്കുന്നതൊക്കെ കേട്ടോ. മിക്കവാറും റോഡിൻ്റെ മുകളിലൊക്കെ ഉള്ളത് ഒഴിവാക്കിയിട്ടുണ്ട്. പാസേജിൽ കൂടിയൊക്കെ ഉള്ളത് അത്യാവശ്യം ഉറച്ച് കിടക്കുന്നൊരു സ്ഥലമാണ്. അപ്പം സൂക്ഷിച്ച് നടക്കണം. ഈ ഒരു സമയത്താണ് ഈ ഇങ്ങനെ നിൽക്കുന്ന ഐസ് ഉള്ളപ്പോഴാണ് ശരിക്കും ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്നത്. ഇത് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഹെഡ് ഓഫീസാണ് കണ്ടിരുന്നത് നമ്മൾ. അതുകൊണ്ടാണ് ഇവിടെ ടൈംസ് സ്ക്വയർ എന്ന് പേര് വന്നത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ടാക്സി. ഈ ഒരു കളറിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ടാക്സിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നല്ല പോഷ് വണ്ടികളൊക്കെ തന്നെയാണ് ഇവിടെ ടാക്സി ആയിട്ടുള്ളത്. ഇത്ര കാലം ഇത്രയും ദിവസങ്ങൾ നമ്മളിവിടെ പോയിട്ടും ഇവിടെയൊക്കെ ഭാര്യയായിട്ട് ബൈക്കുകളൊന്നും എവിടെയും കണ്ടില്ല കേട്ടോ. ഏതോ ഒരു പ്രാവശ്യമാണ് ഞാൻ ഒരൊറ്റ ബൈക്ക് കണ്ടത്. ആ ബൈക്ക് തന്നെ ഞാനത് ഷൂട്ട് ചെയ്യാതെ നോക്കിയപ്പോഴേക്ക് ക്യാമറയ്ക്ക് ഓണാക്കിയപ്പോഴേക്ക് അത് കടന്നുപോയി. അപ്പോൾ അങ്ങനെയാണ്, ബൈക്കില്ല, ഓട്ടോ ഇല്ല. അതുകൊണ്ട് തന്നെ സിറ്റിയൊക്കെ വളരെ വൃത്തിയായിട്ട് നല്ല ട്രാഫിക്കിലൊന്നും വലിയ പ്രശ്നങ്ങളില്ലാതെയാണ് ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സൂര്യൻ താഴേക്കൊന്നും എത്തുന്നില്ല കേട്ടോ. ഈ അമ്പരച്ചുംബികളായ ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ കൂടി സൂര്യൻ താഴേക്ക് എത്തണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രം ഇപ്പോൾ വെയിൽ കാണും. ആ വെയിലിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് ചെറിയൊരു ചൂടും കിട്ടും. ഇവിടെയാണ് നമ്മളുടെ ബസ്, ഫ്ലിക്സ് ബസ്സിൻ്റെ പിക്കപ്പ് പോയിന്റ്. കുറേ ആളുകളൊക്കെ അവിടെ കാണാം. നമ്മളെ ബസ് എത്തിയിട്ടില്ല. നമ്മളെ ബസ്സിലേക്കുള്ള ആളുകളാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. അവിടെ വേറെ കുറേ ബസ്സുകളിൽ ആളെ എടുത്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞു, 9 മണിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ബസ് വന്നിട്ടോ 9 മണി ടൈം പറഞ്ഞ് 9:15, 9:30 ആവും ഇവിടുന്ന് എടുക്കുമ്പോൾ. പിന്നെ 1 മണിക്ക് നമ്മൾ വാഷിങ്ടൺ DC-യിലെത്തും. സൈറ്റ് സീനൊക്കെ കണ്ടുപോകാൻ ഏറ്റവും ബെറ്റർ ബസ്സാണ് കേട്ടോ. ഇപ്പം ബസ്സിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. മനോഹരമായ ബിൽഡിങ്ങുകളൊക്കെ കാണാം, നല്ല റോഡുകൾ. അവിടെ കണ്ടില്ല കാറൊക്കെ 2 ദിവസം മുന്നേ നിർത്തിയതായിരിക്കും. ഫുൾ ഐസിൽ പൊതിഞ്ഞ് കിടക്കുകയാണ്. ഒരു പ്രത്യേക ആർക്കിടെക്ചറിലുള്ള ഒരു ബിൽഡിംഗ് ഇവിടെ കാണാം. മുറ്റത്ത് മൊത്തമായിട്ട് ഐസാണ് കിടക്കുന്നത്. മൊത്തം ഐസ് പാളികളെ കൊണ്ട് മൂടിയ ഒരു ലേക്ക് ഇതവിടെ. അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ അത് കവർ ചെയ്ത് പോകുന്ന ഒരു റോഡും കാണാം നമുക്ക്. മൊത്തം മഞ്ഞാണ് കേട്ടോ. നല്ല സീനാണ് ബസ്സിലൂടെ പോകുമ്പോൾ. സൈഡ് സീറ്റ് ആയതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ ആസ്വദിച്ച് പോകാൻ പറ്റും. നമ്മൾ പോകുന്ന ന്യൂയോർക്കിൽ നിന്ന് വാഷിങ്ടണിലേക്ക് ഏകദേശം 227 മൈൽ ദൂരമുണ്ട് കേട്ടോ. 4 മണിക്കൂറാണ് അതിന് ടൈം പറയുന്നത്. 227 മൈൽ എന്ന് പറഞ്ഞാൽ 365 കിലോമീറ്റർ. 365 കിലോമീറ്റർ ഓടാനാണ് 4 മണിക്കൂർ. പക്ഷേ നമ്മൾ റൈറ്റ് ടൈമിൽ 9 മണിക്കാണ് നമ്മൾ ബസ് എടുക്കുന്നതെങ്കിൽ ശരിക്കും നമ്മൾ 1 മണിക്ക് എത്തിയത്. പക്ഷേ 9:30 ആയിട്ടുണ്ട് എടുക്കുമ്പോൾ. അപ്പോൾ ഒരു 1.5 മണിക്ക് അവിടെ എത്തും എന്നുള്ളതാണ് കാൽക്കുലേഷൻ. ഇതിന് അറൗണ്ട് 3500 റുപ്യാണ് ഇതിന് പെർ ഹെഡ് ടിക്കറ്റ് ചാർജ്. ഇന്ത്യൻ റുപ്പി 3500 രൂപ വരും. അങ്ങകലെ ഏതോ ഫാക്ടറിയിൽ നിന്ന് നല്ല കട്ടപ്പുക പോകുന്നത് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് അതേതോ പവർ സ്റ്റേഷനാണ് എന്നുള്ളതാണ്. അവിടെ ടവറൊക്കെ കാണുന്നുണ്ട് നമുക്ക്. മനോഹരമായ ഒരു സ്നേഹമതിലിട്ട് ഇവിടെ ഇതാ കാണുന്നത്. നഗരത്തിലെ തിരക്കുന്നൊക്കെ നമ്മൾ മാറി ഇപ്പോൾ ഒരു സമതല പ്രദേശത്തൂടെയാണ് കേട്ടോ ഇപ്പോൾ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും മഞ്ഞിനൊന്നും വലിയ കുറവൊന്നുമില്ല. എല്ലാ ഭാഗത്തേക്കുള്ള റോഡുകൾ നമുക്കിവിടെ കാണാം. റോഡിൻ്റെ മുകളിലുള്ള മഞ്ഞൊക്കെ ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്.
2 മണിക്കൂർ ഓട്ടത്തിന് ശേഷം ഡ്രൈവർ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിർത്തി. നമുക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലത്താണ്. അത്യാവശ്യം ഫുഡ് എന്തെങ്കിലും കഴിക്കണേ അത് കഴിക്കുക, അങ്ങനെയുള്ളൊരു സ്ഥലത്താണ്. ബീഡൻ വെൽക്കം സെൻറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥലം കാണാം. ഇതാണ് കേട്ടോ നമ്മളെ ബസ്. ഒരു രാജ്യം മൊത്തം ഐസിലാണ്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ മണാലി പോയാൽ കുറച്ച് ഐസ് ഉണ്ടാവും, അതല്ലെങ്കിൽ കാശ്മീർ പോയാൽ കുറച്ച് ഐസ് ഉണ്ടാവും. ഇതൊന്നല്ല. അപ്പം ഞാനൊന്നുള്ളോട്ട് കയറട്ടെ, അധികം നേരം പുറത്ത് നിന്നൂടാം. ഇതിൻ്റെ ഇൻസൈഡ് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ കുറച്ച് പാർസൽ എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതി പാർസലിനാണ് നോക്കുന്നത്. ഇതിൻ്റെ അകത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ ഓരോ വണ്ടി വരുമ്പോഴുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവിടെ വലിയ തിരക്കൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. നമ്മളൊരു പാർസൽ വാങ്ങി നമ്മൾ ബസ്സിൽ വെച്ചിട്ടുണ്ട്. വിശക്കുമ്പോൾ കഴിക്കാം. ഇനി ഒരു 2 മണിക്കൂർ പോലെ നമുക്ക് യാത്രയുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ ഓഫീസുകളോ ഫാക്ടറികളോ എന്തോ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ഒരുപാട് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കാണാം നമുക്ക്. ഒരു മരുഭൂമി പോലത്തെ സ്ഥലമാണ് കേട്ടോ. വലിയ മരങ്ങളൊന്നും കാണാനില്ല. ചെറിയ ചെറിയ ചെടികൾ മാത്രമേ അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഏകദേശം 2 മണിക്കൂർ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം 200 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തൊട്ടിട്ട് ഇത്രയും നേരം ഐസിന് ഒരു കുറവ് എവിടെയും കണ്ടില്ല. അപ്പോൾ ഇനി നമുക്ക് പോകാൻ, ഇനി അത്രയും കൂടി ദൂരം നമുക്ക് പോകാനുണ്ട്. ഇനി അവിടുത്തെ സ്ഥിതി ഇതിൽ നിന്നൊരു വലിയൊരു മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട. അമേരിക്കയിൽ വന്നാൽ ആദ്യമായിട്ട് കേട്ടോ നമ്മൾ റെയിൽ പാളം കാണുന്നത്. അതിന് പാരലായിട്ട് ഇത് ഒത്തിരി പാളങ്ങൾ കാണുന്നുണ്ട്. ശരിക്കും ടൗണിലൊക്കെ അണ്ടർഗ്രൗണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പാളം കാണാതെ പോയത്. അങ്ങനെ കുറേ നേരത്തെ ഓടത്തിന്. ഇനി നമുക്കൊരു അരമണിക്കൂറേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം സമയം 1 മണിയായി. നമ്മളിപ്പോൾ സിറ്റിയിലേക്ക് പ്രവേശിച്ചിട്ടു. ഇരുഭാഗത്തും കൂറ്റൻ ബിൽഡിങ്ങുകളൊക്കെ ആയ സിറ്റിയിൽ കൂടിയാണ് ഇപ്പോൾ നമ്മളെ യാത്ര. ശരിക്കും ബിൽഡിങ്ങുകളുടെയൊക്കെ സ്റ്റൈല് മാറി കേട്ടോ. ന്യൂയോർക്കിൽ നമ്മൾ കണ്ട മാതിരിയല്ല. ഇത് വേറൊരു ടൈപ്പ് ഒരു കൺസ്ട്രക്ഷനാണ് ഇവിടെ കാണുന്നത്. നമ്മൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ബിൽഡിങ്ങുകളോ അങ്ങനെ കച്ചവടങ്ങളൊക്കെ പുറത്തേക്ക് ഇട്ടിട്ടുള്ള അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. എന്താ ഷോപ്പ് എന്നുള്ളത് നമ്മൾ അതിൻ്റെ എരുത്ത് പോയാൽ തന്നെ അറിയുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കിലോമീറ്റർ ദൂരെ നോക്കിയാൽ അറിയാം അത് ഇന്നതാ കട എന്നുള്ളത്. ഇപ്പോൾ തീരെ ഗ്യാപ്പില്ലാതെ ഇരുഭാഗത്തും നിറയെ കെട്ടിടങ്ങളായുള്ള നല്ലൊരു ടൗണിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയത്. ഇനിയും നമുക്ക് കുറച്ച് ദൂരം കൂടി പോകാനുണ്ട്. അപ്പോൾ അത്രയും ദൂരം നമ്മൾ ഇനി ഈ ടൗണിൽ കൂടി തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിതാ 365 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ട് ഓടി ഇപ്പോൾ 1.5 മണിക്ക് നമ്മൾ സ്റ്റാൻഡിലെത്തിയിട്ടു. ഇതാണ് ഫ്ലെക്സി ബസ്സിൻ്റെ സ്റ്റാൻഡ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് പോകേണ്ടത് നമ്മളെ ഹോട്ടലിലേക്കാണ്. നോക്കട്ടെ എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ രക്ഷയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ -8 ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് തന്നെ ഈ ഒരു ഡ്രസ്സിലായിരിക്കും കണ്ടുകൊണ്ടിരിക്കുക. ഈ ജാക്കറ്റ് തൊപ്പി. അപ്പോൾ മുഖം മിക്കവാറും മറിഞ്ഞ മാതിരിയുള്ളൊരു സീനായിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ഹോട്ടലിലേക്ക് പോട്ടെ. ഇപ്പോൾ മണി 1:30. ഇനി ലഞ്ച് എന്തെങ്കിലും കഴിക്കണം. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നല്ല ഉറക്കമായിരിക്കും അല്ലേ? അങ്ങനെ നമ്മൾ ഫ്ലിക്സ് ബസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. അവിടുന്ന് ശരിക്കും 5 മിനിറ്റ് നടക്കേണ്ട ദൂരമേ ഉള്ളൂ ഹോട്ടലിലേക്ക്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഇത്രയും ഹൈസിൽ കൂടിയൊക്കെ 5 മിനിറ്റ് നടത്തം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് ഒക്കെ ആവും. വേണമെങ്കിൽ ടാക്സി പിടിക്കാം. പക്ഷെ കാര്യം നമ്മൾ ടാക്സി പിടിക്കുന്നില്ല. കാരണം പരിചയമില്ലാത്തൊരു ഏരിയയിൽ നമ്മൾ ഈ സൈറ്റ് സീൻ കാണുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നമ്മൾ നടക്കാൻ വേണ്ടി തീരുമാനിച്ചു. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, മെത്ത വിരിച്ച പോലെയുള്ള ഫുട്പാത്തുകളാണ്. അപ്പം കുറച്ച് ശ്രദ്ധിച്ച് നടന്നു കഴിഞ്ഞാൽ സുഖമാണ്. എന്തായാലും ഒത്തിരി തണുപ്പുണ്ട്. വലിയ പ്രശ്നങ്ങളില്ലാണ്ട് ഇങ്ങനെ പോകാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് ലഞ്ച് ഇനി നമുക്ക് ഹോട്ടലിൽ പോയിട്ട് റൂമൊക്കെ എടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇറങ്ങാമെന്നുള്ളതാണ് പരിപാടി കേട്ടോ. അങ്ങനെ നമ്മൾ ഹോട്ടലിലേക്ക് നടക്കുകയാണ്. നല്ല നല്ല ബിൽഡിങ്ങുകൾ സൈഡിലുണ്ട്. നല്ല ുള്ളൊരു ടൗണാണ്. ഇനി ഇവിടുത്തെ ടൗണുകളാണ് നമുക്ക് കവർ ചെയ്യേണ്ടത്. നല്ലൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ ഹോട്ടലിലേക്കുള്ള നടത്തം. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തി. പല സ്ഥലത്തും നമ്മൾ സ്കിഡായിട്ടുണ്ട്. ലഗേജൊക്കെ കൂടി നമ്മൾ ട്രോളി വലിച്ചൊക്കെ പോകുമ്പോൾ അത് നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഹോട്ടലിൻ്റെ റിസപ്ഷനിലാണ് വിഭിന്ന റൂമിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്താണ്. കാരണം നമുക്ക് റൂം കിട്ടിയിട്ടോ. ഇതിൻ്റെ 11ാമത്തെ നിലയിൽ 6ാമത്തെ റൂം.
അതാണ് നമ്മളെ റൂം. വളരെ വലിയൊരു റൂം കിട്ടും. ബെഡ് സ്പേസ് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു ലിവിംഗ് റൂം കാണാം. വലിയൊരു ബെഡ് തന്നെ അവിടെ കാണുന്നുണ്ട്. പിന്നെ ഒരു കോഫി മേക്കർ ഇതാ, ആവശ്യത്തിനുള്ള കോഫി പൗഡർ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് കോഫി ഉണ്ടാക്കാന്ന് കരുതി. നല്ല തണുപ്പല്ലേ, അപ്പോൾ ഒരു ചൂടുള്ളൊരു കോഫി കുടിച്ചാൽ നല്ലൊരു ഉന്മേഷം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കോഫി മേക്കർ ഒന്ന് ടെസ്റ്റ് ചെയ്തു. പിന്നെ ടോയ്ലറ്റ്, നല്ല സൗകര്യമുള്ള ടോയ്ലറ്റ്, എല്ലാ സൗകര്യങ്ങളും ഉള്ള ടോയ്ലറ്റ്. ഇവിടെ നമ്മൾ റൂം എടുക്കുമ്പോൾ ഡെപ്പോസിറ്റ് കൊടുക്കണം. ഇവിടെ $200 ഡെപ്പോസിറ്റ് കൊടുക്കണം. നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യുമ്പോൾ തിരിച്ചു തരും. റൂമിൻ്റെ അകത്തുനിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. വാഷിംഗ്ടൺ DC നമ്മൾ ഈ ഒരു ഏരിയ, വലിയൊരു ഏരിയ തന്നെ കാണാം നമുക്ക്. സൂപ്പർ, നല്ലൊരു ലൊക്കേഷൻ, നല്ലൊരു ഹോട്ടൽ, ആർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയതാണ് ഹയാത്ത് പാലസ്. ഓക്കെ, ഞാനതിന് ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഹീറ്റിംഗ് പ്രൊവിഷൻ ഉണ്ട് കേട്ടോ. ഈ ചൂടാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത്, അതുകൊണ്ടൊക്കെ ഡ്രസ്സൊക്കെ ഒന്ന് മാറാം. നമ്മളിപ്പോൾ റൂമൊക്കെ കിട്ടി, റൂമിൽ ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇപ്പോൾ ഒന്ന് ടൗണിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ റാമോജിയിലുള്ള അവിടെ ഉണ്ട് ന്യൂയോർക്ക് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും അത് തന്നെയാണ് ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അതേ സ്റ്റൈൽ ബിൽഡിങ്ങുകൾ തന്നെ, ഇത് തന്നെയായിരുന്നു അവിടെ റാമോജിയിലുള്ളത്. നന്നായി രൂപകൽപ്പന ചെയ്ത സിറ്റി കേട്ടോ. നല്ല വൃത്തിയും നല്ല സൗകര്യങ്ങളുള്ള റോഡിലെവിടെയും വലിയൊരു ബ്ലോക്കൊന്നും നമുക്ക് കാണില്ല. ഇത് സിഗ്നലിലുള്ള കുറച്ച് താമസം ഉണ്ട് എന്നല്ലാതെ ബാക്കി എവിടെയും ബ്ലോക്കുകൾ നമ്മൾ കാണുന്നില്ല. ദൂരെ കണ്ടില്ല ഒരു ബിൽഡിംഗ് കാണുന്നത്, അതാണ് ക്യാപിറ്റോൾ കേട്ടോ. നമ്മൾ നാളെ അവിടെ പോകും. ഇന്നേക്ക് പിന്നെ സമയമില്ല. ഇന്ന് നമ്മളിവിടെയുള്ള ലോക്കൽ ഈ സിറ്റി കൂടിയൊക്കെ ഒന്ന് കറങ്ങി വരും. അപ്പോൾ അവിടെയുള്ള ആ ബിൽഡിങ്ങുകളൊക്കെ ഒന്ന് കാണാം, ടൗൺ കാണാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഉദ്ദേശം. വൈകുന്നേരമായി സമയം. വൈകുന്നേരത്തെ ആ ഒരു സൂര്യപ്രകാശത്തിൽ ഈ ടൗണൊക്കെ നന്നായിട്ട് തിളങ്ങട്ടെ. വർണ്ണത്തിലായിട്ടുണ്ട് ഇപ്പോൾ. ഇത് കണ്ടില്ലേ, ഒരു ചൈനീസ് മാർക്കറ്റാണ് അപ്പുറത്തേക്ക്. അപ്പോൾ ഇന്നിപ്പോൾ അവിടേക്ക് നമ്മൾ പോകുന്നില്ല. ഇനി ഇവിടെ 2-3 ദിവസമുണ്ട്. ഒരു പഴയ ടൈപ്പ് ഒരു ആർക്കിടെക്ചറൽ ബിൽഡിംഗ് അവിടെ കാണുന്നുണ്ട്. ചർച്ചോ മറ്റോ ആണെന്ന് തോന്നുന്നു. എല്ലാ ഭാഗത്തേക്കും നോക്കി അടിപൊളി കേട്ടോ. നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇവിടെ കണ്ടുപിടിച്ചു, നടക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ 2 സ്പൈസി ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്. റൂം പോയിട്ട് കഴിക്കാമെന്നുള്ളതാണ്. ഇവിടെയൊക്കെ കഴിക്കുന്നതിലൊരു സുഖം തോന്നില്ല. അപ്പോൾ തിരിച്ച് നമ്മളതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ റൂമിലെത്തി കേട്ടോ. ഇന്ന് നമ്മൾ ഒരുപാട് കറങ്ങാനൊന്നും നിന്നില്ല. റൂമിൽ നിന്ന് നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണിത്. രാത്രിക്കത്തെ ലൈറ്റിലൊക്കെ മനോഹരമാണ്. ഇപ്പോൾ വാഷിങ്ടൺ DC എന്നത്തെ നമ്മളെ കറക്കം കഴിഞ്ഞ് ഇന്നിപ്പോൾ ഒരുപാടില്ല. നമ്മൾ ഉച്ചയിൽ ഇവിടെ എത്തുമ്പോൾ അപ്പോൾ ഈ സിറ്റി കൂടിയൊക്കെ ഒന്ന് കറങ്ങി ഫുഡൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി അപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കയറി. അപ്പോൾ അവിടുത്തെ ഫുഡ് ഒരു ബിരിയാണി, സ്പൈസി ബിരിയാണി, ചിക്കൻ ബിരിയാണി വാങ്ങിയിട്ട് നമ്മൾ റൂമിൽ കൊണ്ടുവച്ച് കഴിച്ചിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ ഇവിടുത്തെ നൈറ്റിലേക്കുള്ള വ്യൂ ആണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഇനി നാളെ നമുക്ക് പോകാനുള്ളത് വൈറ്റ് ഹൗസാണ്. അമേരിക്കയുടെ സ്ഥിരാകേന്ദ്രം വൈറ്റ് ഹൗസിലേക്കാണ് നാളെ നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഇവിടെ നല്ല തണുപ്പാട്ടോ, -8. റൂമിൽ ഹീറ്റർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ചൂടായി വരുന്നേ ഉള്ളൂ, അതാണ് ഞാൻ പുറത്തൊക്കെ ഇരിക്കുന്നത്.